കൗമാരക്കലയ്ക്ക് അരങ്ങുണരാൻ ഒരാഴ്ചക്കാലം മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് തലസ്ഥാന നഗരി. ജനുവരി 4 മുതൽ 8 വരെയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുന്നത്. കലാപ്രതിഭകളെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് നാടും നഗരവും. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി ഒരാഴ്ചക്കാലം മാത്രമാണ് ദൂരമുള്ളത്. കുരുന്നുകളുടെ കലാപ്രകടനത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നഗരം മാറി. കലകളുടെ സംഗമവേദിയായി തലസ്ഥാനം ഇനി കലസ്ഥാനമായി മാറും. നഗരത്തിൽ തയ്യാറാക്കിയ 25 വേദികളിലാണ് മത്സരം നടക്കുക. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള എല്ലാ വേദികൾക്കും നൽകിയിരിക്കുന്നത് നദിയുടെ പേരുകൾ. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. ഓരോ വേദിയിലേക്കും വേഗത്തിലെത്താൻ QR കോഡ് സംവിധാനം ഒരുക്കും. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ താമസമൊരുക്കിയിടങ്ങളിൽ വേദികൾ സംബന്ധിച്ച ബോർഡുകൾ സ്ഥാപിക്കും. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകും. കലോത്സവത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രൊമോ വീഡിയോകൾ ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. 8 വർഷത്തിനു ശേഷം വേദിയാക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാന ഇടങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രൊമോ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഗോത്രകലകൾ കൂടി ഉൾപ്പെടുത്തിയ കലോത്സവം ഇത്തവണത്തെ പ്രത്യേകതയാണ്. മംഗലംകളി, പണിയനൃത്തം, പളിയനൃത്തം, മലപ്പുലയാട്ടം, ഇരുളനൃത്തം എന്നീ 5 ഗോത്രനൃത്ത രൂപങ്ങളാണ് വേദിയിലെത്തുക. 249 ഇനങ്ങളിലായി 15,000-ൽ പരം പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. സംസ്കൃതോത്സവവും അറബിക് കലോത്സവവും ഇതിനൊപ്പം നടക്കും. സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.